ലൈംഗികാരോപണ കേസിൽ തന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വാദം അടച്ചിട്ട മുറിയിൽ വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. 6ാം ദിവസവും ഒളിവിൽ തുടരുന്ന രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ പരിഗണിക്കും. എന്നാൽ അറസ്റ്റിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെയും കാത്തു നിൽക്കേണ്ടെന്നാണ് ADGP അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണിത്. അതേസമയം രാഹുലിനെ കണ്ടെത്താനായി സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസിന്റെ തിരച്ചിൽ തുടരുകയാണ്. ഒരു സംഘം പൊള്ളാച്ചിയിലും ഒരു സംഘം കർണാടക അതിർത്തിയായ ബാംഗ്ലൂരിലും പരിശോധന നടത്തുകയാണ്. ബാംഗ്ലൂരിൽ രാഹുൽ എത്തിയ കാർ പോലീസ് കണ്ടെത്തി. കാറിനൊപ്പം ഉണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് വിവരം. ഡാൻ കുര്യനും BB വിനോദും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദ്യം ഡാനിലേക്കാണ്. ഡാൻ, 6ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനിടെ സംസ്ഥാനത്ത് പുറത്തുണ്ടെന്ന വ്യക്തമായ സൂചനകളുണ്ട്. കർണാടക അതിർത്തിയിൽ എത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അവിടെ ഉണ്ടായിരുന്ന കാറിലൊപ്പം ഉണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഈ കർണാടകയിൽ തന്നെ ആയിരിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ? എന്താണ് പോലീസ് അന്വേഷണം? എങ്ങനെയാണ് പോലീസിന്റെ അന്വേഷണം? കാരണം നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് അറസ്റ്റിലേക്ക് പോകേണ്ടതില്ല എന്ന ഒരു വിലയിരുത്തലായിരുന്നു ഉദ്യോഗസ്ഥർ ഒരു സമയം വരെ. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ ഭാഗത്തു നിന്ന് ബോധപൂർവമായ ഒരു ഗൂഢാലോചന, പ്രത്യേകിച്ച് ഇരയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നടന്ന ഇടപെടലുകളടക്കം ബോധപൂർവമായ ഒരു ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ കൃത്യമായി സൈബർ ക്രൈം പോലീസ് കണ്ടെടുക്കുകയും അത് ഈ കേസിൻ്റെ അന്വേഷണം നയിക്കുന്ന ഉദ്യോഗസ്ഥരുമായി പങ്കുവെക്കുകയും ചെയ്തതോടെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ കാത്തിരുന്നാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അത് അന്വേഷണത്തെ പിന്നീട് പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നൊരു വിലയിരുത്തലിൽ ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനായി കാത്തു നിൽക്കേണ്ടതില്ല എന്ന കൃത്യമായ നിർദ്ദേശം ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷിന്റെ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. അതിന്റെ ഭാഗമായാണ് പാലക്കാട് പരിശോധന നടത്തിയ സംഘം പിന്നീട് കോയമ്പത്തൂരിലേക്കും പൊള്ളാച്ചിയിലേക്കും ഒക്കെ എത്തിയത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തലനാരിഴയ്ക്കാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് പരിശോധന നടത്തുന്നത്. പാലക്കാട് നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം രാഹുൽ പോയ സ്വകാര്യ വാഹനത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഈ ദിശകളിലൊക്കെ എത്തിയിരിക്കുന്നത്. പാലക്കാടും പൊള്ളാച്ചിയിലും കോയമ്പത്തൂരും രാഹുൽ എത്തിയെന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും അവിടെ നിന്ന് തലനാഴിക്ക് രാഹുൽ വാഹനത്തിൽ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് വിവരം. മാത്രമല്ല ഒരു വാഹനത്തിന് പകരം പല വാഹനങ്ങൾ ഒരേ സമയം മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം ഏതായാലും നടക്കുകയാണ്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ. അതായത് അടച്ചിട്ട മുറിയിലായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട വാദം ജഡ്ജി കേൾക്കേണ്ടത്. താൻ കൈമാറിയിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ അത് പരിശോധിക്കേണ്ടത് അടച്ചിട്ട മുറിയിലായിരിക്കണം. അവിടെ ജഡ്ജി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അഭിഭാഷകരെയും മാധ്യമപ്രവർത്തകരെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പുറത്തുനിന്ന ആളുകളെയും കോടതി മുറിക്കുള്ളിൽ കയറ്റരുത് എന്ന അഭ്യർത്ഥനയായാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത്. അതായത് ഒരുപക്ഷേ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ ഈ ഡിജിറ്റൽ തെളിവുകളായി കൈമാറിയിട്ടുണ്ട് എന്നാണ് സൂചന. ഒരുപക്ഷേ അത് പരിശോധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരുന്നത് വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലായിരിക്കാം അത്തരത്തിലൊരു നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് എന്താണെന്ന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവാത്തൊരു സ്ഥിതിയിലേക്ക് അന്വേഷണം എത്തുകയാണ്. നിലവിൽ 2 നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പരിശോധന നടക്കുന്നതെന്നാണ് വിവരം. അത് ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്ന് കൃത്യമായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നില്ല. അതിനൊരു പരിമിതിയുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു പോയാൽ അത് പ്രതികൾക്ക് സഹായകരമാകുമെന്നൊരു വിലയിരുത്തലാണ്. അതോടൊപ്പം ജോബി ജോസഫും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരുമിച്ചാണോ യാത്ര ചെയ്യുന്നത് എന്നതടക്കമുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ. കാരണം ജോബിക്ക് വേണ്ടിയുള്ള തിരച്ചിലും ആ ദിവസം മുതൽ തന്നെ തുടരുകയാണ്. പക്ഷേ ജോബിയും ഒളിവിലാണ് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. യെസ്, ഡാൻ തുടരുക. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറിയണം. കാരണം ഇന്നലെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചപ്പോൾ കൂടുതൽ തെളിവുകൾ, അതായത് ഈ അതിജീവിക്കെതിരായിട്ടുള്ള കൂടുതൽ തെളിവുകൾ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചിരുന്നു. വാട്സാപ്പ് ചാറ്റുകൾ, മറ്റ് ശബ്ദരേഖകളടക്കം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്തായാലും നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് വേറെ നിർണായകമായിട്ടുള്ള ദിവസമാണ്.